ഹാപ്പി ലാൻഡിൻ്റെ ഇന്നത്തെ ഹാപ്പി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തിരുവനന്തപുരത്ത് വേമ്പായത്തിനടുത്തുള്ള ഹാപ്പി ലാൻഡ് അമ്യൂസ്മെൻറ്റ് പാർക്കിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെയുള്ള അമ്യൂസ്മെൻറ്റ് എന്താണ് എന്ന് അറിയണമെങ്കിൽ ഇങ്ങോട്ട് നേരിട്ട് വരിക. ഫാമിലി, ഫ്രണ്ട്സ് അങ്ങനെ എല്ലാവരുമായിട്ട് നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ രാവിലെ തൊട്ട് വൈകിട്ട് വരെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. കൂടെ ഒരുപാട് ചിരിക്കാം, കളിക്കാം, ഹാപ്പി ആയിട്ട് തിരിച്ചു പോകാം. ഇവിടെ വന്നവരുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചാലോ? ചേർന്നോ? എവിടെന്നാ വരുന്ന ടീം? കിളിമാനൂർ. പേര്? ദേവു, അപർണ, അങ്കിത, ദേവിക. എല്ലാരും എന്ത് ചെയ്യുന്നു? ഞാൻ ബിഫാം കഴിഞ്ഞിട്ട് നിൽക്കുന്നു. ബിഫാം കഴിഞ്ഞിട്ട് നിൽക്കുന്നു. ഞാനൊരു ഡിസ്ട്രിബ്യൂഷനിൽ വർക്ക് ചെയ്യുന്നു. ഏത് ഡിസ്ട്രിബ്യൂഷൻ? പ്ലംബിങ്ങിന്റെ ഒക്കെ തന്നെ. അടിപൊളി. ഞാൻ യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യുന്നു, ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി പള്ളിപ്പുറം. ഓക്കെ. ഞാനും പഠിച്ചു കഴിഞ്ഞിട്ട് നിൽക്കുന്നു. ബികോം ആയിരുന്നു. ഓക്കെ. അപ്പൊ നിങ്ങൾ എല്ലാവരും നെയ്ബേഴ്സ് ആണോ? അടുത്തടുത്താണോ? എങ്ങനെയാ? ഫ്രണ്ട്സ് ആണോ? കസിൻസ് ആണ് എല്ലാവരും അല്ലേ? നിങ്ങൾ 4 പേര് മാത്രമേ ഉള്ളൂ? അതെ, അടിച്ചു പൊളിച്ചു. 4 പെമ്പിള്ളേർ മാത്രം അടിച്ചു പൊളിക്കാനായിട്ട് ഇറങ്ങി. ഹാപ്പി ലാൻഡിൽ വന്നിട്ടുണ്ടോ മുമ്പ്? എല്ലാവരും വന്നിട്ടുണ്ട്. എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്? ഞാനൊരു 3 to 4 times. ഞാൻ 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഓക്കെ. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? നേരത്തെ വന്നേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആണെന്ന് തോന്നുന്നു. ആണ്. നേരത്തെ നല്ലയാ. വാട്ടർ റൈറ്റ്സ് മറ്റേ റൈറ്റ്സിനെ കാട്ടി വാട്ടർ റൈറ്റ്സ് ആണ് കൂടുതൽ. വാട്ടർ റൈറ്റ്സ് ആണ് അടിപൊളി അല്ലേ? ഏതിലൊക്കെയാണ് പോയത്? ഇപ്പം എല്ലാത്തിലും കയറി അല്ലേ? അപ്പൊ രാവിലെ എങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ് കിളിമാനൂർ. എല്ലാവരും കിളിമാനൂർ തന്നെയാണ് താമസം അല്ലേ? അടിപൊളി. ഓക്കെ. പിന്നെ ഇനിയിപ്പോ ഏതിലേക്കാ പോകാനുള്ളത് ബാക്കി? ഇനി റെയിൻ ഡാൻസ് ഉണ്ട്, വേവ് പൂള്, അതേതാണെന്ന് അറിയത്തില്ല, പോയി നോക്കിയാലേ അറിയോ. വാട്ടർഫോൾ പോലത്തെ. ഈ ഗുഹയിലൊക്കെ പോയോ? ഇതിലൊന്നും പോയിട്ടില്ല. റെയിൻ ഡാൻസ് അല്ലേ ഇത്? ഇവിടെ ഒരു ഗുഹയൊക്കെ ഉണ്ടല്ലോ, അതിനകത്ത് റെയിൻ ഡാൻസ് വരുന്നത്. അപ്പൊ ഇത് കഴിഞ്ഞില്ല, വേവിന്റെ കഴിഞ്ഞു കഴിഞ്ഞാലേ മറ്റേ വരുവോളെന്ന് അവർ പറഞ്ഞു. ഓക്കെ. അപ്പൊ എത്ര മണിയുടെ റെയിൻ ഡാൻസിനാണ് വെയിറ്റിംഗ്? 3:30 അല്ലേ? ഓക്കെ. അപ്പൊ ഓരോ പ്രാവശ്യം വരുമ്പോഴും ഓരോരോ ചേഞ്ചസ് ആണോ? ഒരുപാട് മാറിയിട്ടുണ്ട്. ആണല്ലേ? അപ്പൊ അടിച്ചു പൊളിക്കാൻ പറ്റിയ സ്ഥലമാണ് അല്ലേ? ഓക്കെ. ഇനി പോയി ബാക്കി ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചോണ്ട് വരണ്ടേ? അപ്പൊ ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ചോദിക്കാം. കുസൃതി ചോദ്യമാണ്. വലുതാകുമ്പോ പേര് മാറുന്ന ഒരു കായ. ഓരോ കായ്ക്ക് ഓരോ പേര് കാണുമല്ലോ. പക്ഷെ ഈ കായ ചെറുത് തൊട്ട് ഇങ്ങനെ വലുതാവും തോറും അതിൻ്റെ പേര് അല്ലെങ്കിൽ നമ്മളതിനെ വിളിക്കുന്ന രീതി ഇതൊക്കെ മാറും. ഏത്തപ്പഴം. കായ എന്ന് പറഞ്ഞുകൊണ്ടാണ് അർച്ചനയല്ലേ? ദേവിക. കായ എന്ന് പറഞ്ഞുകൊണ്ടാണ് ദേവികയ്ക്ക് ഏത്തക്കായ തോന്നിയത്. റിജക്റ്റഡ്. അടുത്ത ആൻസർ ചിന്തിക്കോ? ഏകദേശമൊക്കെ അങ്ങനെ 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 വരുന്ന ഒരു സാധനം. അപ്പൊ കായ ഏത്തക്കായ കഴിഞ്ഞ് വാഴക്കായ. ഇനി കായയുടെ വെറൈറ്റി മാറി ചിന്തിക്ക്. പറയൂ ചിന്തിക്കോ? ചക്ക, മാങ്ങ, അങ്ങനെ എന്തോരം കായകളുണ്ട് നമ്മുടെ നാട്ടില്. ജാമ്പയ്ക്ക് വലുതാവുമ്പോ എന്ത് പറയും? ചക്കക്ക് പോട്ടെ, അങ്ങോട്ട് അടുത്തടുത്ത് വാ. പേര് മാറുന്ന അങ്ങനെ ഒരു സാധനം. ചെറുതാവുമ്പോൾ വേറൊരു പേര് വിളിക്കും. അത് നമ്മൾ ഓരോ നാട്ടില് ഓരോ രീതിയിൽ വിളിക്കും. ചില നാട്ടില് ഇന്നതെന്ന് വിളിക്കും, ചില നാട്ടിൽ ഇന്നതെന്ന് വിളിക്കും. പപ്പായ. അത് പക്ഷെ സെയിം അങ്ങനെയല്ല. അത് കുഞ്ഞാവുമ്പോൾ ഒരു പേരും അതിങ്ങനെ വലുതാവുമ്പോൾ വേറെ പേരുമാണ്. തേങ്ങ. പറയാന്ന് വിചാരിച്ച പിന്നെ വിളിച്ച് വേണ്ട. തേങ്ങയുടെ ചെറുതിന് എന്ത് പറയും? വെള്ളക്ക, വെച്ചങ്ങ. എത്ര പേരാ നോക്ക്. വെള്ളക്ക, കൊച്ചങ്ങ, കുരുമ്പ, അങ്ങനെ കുറെ സാധനങ്ങള് പറയും. അപ്പൊ അതാണ് ക്വസ്റ്റ്യൻ. ഉത്തരം പറഞ്ഞു. ഗിഫ്റ്റ് തരാം.
ഹാപ്പി ലാൻഡിന്റെ ടീഷർട്ടാണ്. അറിയാത്ത ആക്കും പറഞ്ഞാക്കും. നമുക്ക് പക്ഷപാതം ഇല്ലാത്തതുകൊണ്ട് രണ്ടുപേർക്കും തന്നു. ഓക്കെ, അപ്പം സീ യു സൂൺ. മാറി മാറി ഇട്ടാ മതി. അപ്പോൾ ശരി, താങ്ക് യു, ബൈ ബൈ. ഞാൻ സുകന്യ. ഓക്കെ, ബൈ.